ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു കാബൂളി കടലക്കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാബൂളി കടല എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. കാബൂളി കടല നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച കടലയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് 2 തക്കാളി. നമ്മളിപ്പോൾ 2 പേർക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ 2 തക്കാളിയാണ് യൂസ് ചെയ്തേക്കണേ. 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളി അല്ലെങ്കിൽ സവാള നമ്മളിപ്പോൾ കുനുകുന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് പച്ചമുളക് നമ്മൾ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്, അതും കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടതാണ് മല്ലിയില നമ്മൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കുതിർത്ത് വെച്ച ഈ കാബൂളി കടല ഒരു കുക്കറിലിട്ട് വേവിക്കണം. അതിനായി നമ്മളെടുത്ത റേഷ്യോ എന്ന് പറയുന്നത് 1.5 കപ്പ് കാബൂളി കടലയ്ക്ക് 3 കപ്പ് വെള്ളം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ കപ്പിലാണ് നമ്മൾ മെഷർ ചെയ്തേക്കുന്നത്. അപ്പം അതൊരു കുക്കറിലോട്ട് മാറ്റി അതിലോട്ട് നമുക്ക് ബേ ലീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, കറി കുറച്ചുകൂടെ ടേസ്റ്റി ആവാൻ വേണ്ടി. അതേപോലെ കറുവാപ്പട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 4 to 5 വിസിൽ വരെ നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ കടല വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച തക്കാളി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെന്ത കടലയിൽ നിന്ന് കുറച്ച് കടല മാറ്റി വെച്ചത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ച കടല നമ്മൾ കറിയിൽ ചേർക്കുമ്പം ആ ഗ്രേവി കുറച്ചുകൂടെ തിക്കായിട്ട് മാറും, അത് നല്ല ടേസ്റ്റി ആയിരിക്കും. നെക്സ്റ്റ് നമുക്കൊരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് അതിലോട്ട് അല്പം എണ്ണ ചേർക്കാം. ഇതിൻ്റെ ഒപ്പം നമ്മളൊരു ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ചൂടായി വരുമ്പം നമുക്കതിലോട്ട് അല്പം ജീരകം ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുനുകുന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. സവാളയുടെ കളറൊക്കെ ഒന്നൊരു ബ്രൗൺ ആവുന്ന തരത്തിൽ അത്രയും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. അതിനൊപ്പം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും ഇതിലോട്ട് ആഡ് ചെയ്ത് തക്കാളിയുടെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. അതിനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളൊക്കെ നന്നായി മിക്സ് ആവണം. അതിനുശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കാബൂളി കടലയുടെ പേസ്റ്റാണ് ചേർക്കുന്നത്. പേസ്റ്റും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ആ പൊടികളും പേസ്റ്റും ഒക്കെ ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അല്പസമയം കുക്ക് ചെയ്ത് ഇനി നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച കടല ചേർക്കാം. കടല ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കിതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് ഒന്നും കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവി അധികം തിക്കായിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വേവിച്ച് തിക്കാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഉപ്പ് നല്ലവണ്ണം മിക്സായിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ചൂടാക്കി വെക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും.
അപ്പോൾ ഗൈസ് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.